അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലേഔട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്താൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പോകും. ഇവിടെ നമ്മുടെ എൻറോൾ ചെയ്ത കോഴ്സും ആക്റ്റീവായിട്ടുള്ള കോഴ്സുകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇവിടെ വേറെയും കുറേ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഡ് ന്യൂ കോഴ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയ കോഴ്സ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇൻസ്ട്രക്ടേഴ്സിന് മാത്രമേ കോഴ്സുകൾ ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് അഡ്മിൻ പാനലിൽ നിന്നാണ് കൊടുക്കുന്നത്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് സബ്മിറ്റ് ചെയ്യാം, ക്വിസൊക്കെ ആഡ് ചെയ്യാം. അതുപോലത്തെ എല്ലാ ഫീച്ചറുകളും ഇവിടെ എനേബിൾഡാണ്. പിന്നെ നമ്മൾ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ഓപ്ഷനുണ്ട്. കമ്പൈലറുണ്ട്, ക്വിസുണ്ട്, ഫ്ലാഷ് കാർഡുണ്ട്, അതുപോലെ തന്നെ കോഴ്സുകളും ഉണ്ട്. അതിൽ നമ്മൾ ക്വിസുകളിലേക്ക് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വിസിൻ്റെ പേജിലേക്ക് എത്താൻ സാധിക്കും. അവിടെ ഒരു സ്ട്രീക്കിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കയറാത്തത് കൊണ്ടാണ് നമ്മുടെ സ്ട്രീക്ക് ഫ്രീസ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ ക്വിസിൻ്റെ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്വിസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്വിസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലാഷ് കാർഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സ് നമുക്ക് സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷനുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇത് ലാക്ടിക് സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ മറ്റ് ഫ്ലാഷ് കാർഡ് ആപ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് മാത്സിലെ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് വൃത്തിയായിട്ട് ക്രിയേറ്റ് ചെയ്യാനും അത് പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റ് ഓപ്ഷനിലേക്ക് വന്നാൽ ഫ്ലാഷ് കാർഡ് ഡെക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴ്സസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി അതുപോലെ ടാഗ് ലെവലൊക്കെ വെച്ചിട്ട് നമുക്ക് കോഴ്സ് ഫിൽട്ടർ ചെയ്ത് എടുക്കാനും സാധിക്കും.